വാർത്തകളിലേക്ക്. നോട്ട് പ്രതിസന്ധി ഡിസംബർ 30-ന് ശേഷവും തുടരുമെന്ന് വ്യക്തമായി. സർക്കാർ ആവശ്യപ്പെട്ട 50 ദിവസം തീരാൻ 4 ദിവസം ബാക്കിയുള്ളപ്പോൾ ബാങ്കുകളിൽ ആവശ്യത്തിന് നോട്ടുകളില്ല. ഈ സാഹചര്യത്തിൽ പുതുവർഷത്തിലും നിയന്ത്രണം തുടരും. ഡിജിറ്റൽ ചുവടുവയ്പ് എന്ന രീതിയിൽ പ്രതിപക്ഷ പ്രതിഷേധം നേരിടാനാണ് സർക്കാർ ആലോചന. നോട്ട് പ്രതിസന്ധി അവസാനിക്കാൻ സർക്കാർ ആവശ്യപ്പെട്ട 50 ദിവസത്തെ സമയം തീരാൻ ഇനി 4 ദിവസം മാത്രമാണ് ബാക്കിയുള്ളത്. എന്നാൽ ബാങ്കുകളിൽ ആവശ്യത്തിന് പണമെത്തിക്കാൻ റിസർവ് ബാങ്കിന് ഇപ്പോഴും ആയിട്ടില്ല. പിൻവലിച്ച നോട്ടുകളുടെ അതേ മൂല്യത്തിൽ പുതിയ നോട്ടുകൾ ബാങ്കുകളിൽ എത്തിക്കാൻ ഏപ്രിൽ വരെയെങ്കിലും ആകുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. അതിനാൽ തന്നെ പണം പിൻവലിക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ പുതിയ മാനദണ്ഡങ്ങളോടെ ഡിസംബർ 30-ന് ശേഷവും തുടരാനാണ് ധനമന്ത്രാലയത്തിന്റെ ആലോചന. ആഴ്ചയിൽ 24,000 രൂപ, ATMകളിൽ നിന്ന് പരമാവധി 2,500 രൂപ എന്നിങ്ങനെയുള്ള നിയന്ത്രണങ്ങൾക്ക് പുറമെ പുതിയ പ്രഖ്യാപനങ്ങളും ഉണ്ടാകുമെന്നാണ് ധനകാര്യ സെക്രട്ടറി അശോക ലാവ വ്യക്തമാക്കുന്നത്. 15.4 ലക്ഷം കോടി രൂപ പിൻവലിച്ചെടുത്ത് 5.92 ലക്ഷം കോടി രൂപയുടെ പുതിയ നോട്ടുകൾ മാത്രമാണ് റിസർവ് ബാങ്ക് ബാങ്കുകളിൽ എത്തിച്ചത്. ഈ സാഹചര്യത്തിൽ പുതുവർഷത്തിലും തൽസ്ഥിതി തുടരും. നിലവിൽ 2,000 രൂപ നോട്ടുകൾ കൂടുതൽ ഉപയോഗിക്കാനാണ് ബാങ്കുകൾക്ക് റിസർവ് ബാങ്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. നിലവിലെ നോട്ട് നിയന്ത്രണം കുറഞ്ഞത് 2 മാസം കൂടി തുടരേണ്ടി വരുമെന്ന് SBI ചെയർപേഴ്സൺ അരുന്ധതി ഭട്ടാചാര്യയും ചൂണ്ടിക്കാട്ടിയിരുന്നു. അതിനാൽ തന്നെ ഡിസംബർ 30-ന് ശേഷമുള്ള പ്രതിപക്ഷ പ്രതിഷേധം ഡിജിറ്റൽ എക്കോണമി ചുവടുവയ്പ് എന്ന രീതിയിൽ പ്രതിരോധിക്കാനാണ് സർക്കാർ തീരുമാനം. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. സിറിയയിലേക്ക് പോവുകയായിരുന്ന റഷ്യൻ വിമാനം കരിങ്കടലിൽ തകർന്നു വീണു. റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ Tu-154 എന്ന വിമാനമാണ് തകർന്നു വീണത്. 91 യാത്രക്കാരാണ് വിമാനത്തിലുണ്ടായിരുന്നത്. റഷ്യയിൽ നിന്ന് സിറിയയിലേക്കുള്ള യാത്രാമധ്യേയാണ് Tu-154 എന്ന റഷ്യൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ വിമാനം കരിങ്കടലിൽ തകർന്നു വീണത്. 91 യാത്രക്കാരുമായി റഷ്യയിലെ സോച്ചി അട്ലിർ വിമാനത്താവളത്തിൽ നിന്ന് പറന്നുയർന്ന വിമാനം 20 മിനിറ്റിനകം റഡാറുമായുള്ള ബന്ധം നഷ്ടപ്പെട്ട് അപ്രത്യക്ഷമാവുകയായിരുന്നു. തുടർന്നുള്ള തിരച്ചിലാണ് റഷ്യൻ കരിങ്കടലിൽ നിന്ന് 1.5 കിലോമീറ്റർ അകലെ വിമാനം തകർന്നു വീണതായി കണ്ടെത്തിയത്. ഈ വിവരം റഷ്യൻ ആഭ്യന്തര മന്ത്രാലയം സ്ഥിരീകരിക്കുകയും ചെയ്തു. പുതുവത്സരാഘോഷങ്ങൾക്കായി സിറിയയിലെ ലഡാക്കിലേക്ക് പുറപ്പെട്ട വിമാനത്തിൽ റഷ്യൻ മിലിറ്ററി ബാൻഡ് സംഘവും 9 മാധ്യമപ്രവർത്തകരും വിമാന ജീവനക്കാരും ഉൾപ്പെടെ 91 പേരാണുണ്ടായിരുന്നത്. എന്നാൽ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് റഷ്യൻ സ്ഥാനപതിയെ തുർക്കിയിൽ വെച്ച് വെടിവെച്ച് കൊന്നതും റഷ്യൻ വിമാനം IS ബോംബ് വെച്ച് തകർത്തതുമായ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു. സിറിയൻ വിമതർ റഷ്യക്കെതിരെ അക്രമങ്ങൾ അഴിച്ചുവിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇതൊരു അട്ടിമറി ശ്രമമാണോ എന്നുള്ളതൊന്നും ഇതുവരെ സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ന്യൂസ് ഡെസ്ക്. പ്രത്യാശയുടെയും സമാധാനത്തിന്റെയും സന്ദേശം പകർന്ന് ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ ക്രിസ്തുമസ് ആഘോഷിച്ചു. ദേവാലയങ്ങളിൽ തിരുപ്പിറവി ചടങ്ങുകൾ നടന്നു. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ ആരാധനാ ശുശ്രൂഷകൾക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ബത്ലഹേമിൽ നടന്ന പാതിരാ കുർബാനയിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു. കേരളത്തിലെ വിവിധ ദേവാലയങ്ങളിലും തിരുപ്പിറവി ചടങ്ങുകൾ നടന്നു. ആശയറ്റവർക്ക് പ്രത്യാശയുടെ നിറതിലാവായി, ആലംബഹീനർക്ക് അത്താണിയായി, ബന്ധിതർക്ക് വിമോചനത്തിന്റെ രക്ഷാനുഭവമായി ദൈവപുത്രൻ ഭൂമിയിൽ അവതരിച്ചതിന്റെ ഓർമ്മയിലാണ് വിശ്വാസികൾ ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുന്നത്. യേശുദേവന്റെ ജന്മസ്ഥലമായ ബത്ലഹേമിൽ നടന്ന പാതിരാ കുർബാനയിൽ 100 കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസലിക്കയിൽ തിരുപ്പിറവി ദിനത്തിൽ നടന്ന ആരാധനാ ശുശ്രൂഷകൾക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവി ദിനത്തിൽ സംസ്ഥാനത്തെ വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിൽ നടന്ന പാതിരാ കുർബാനയിൽ നിരവധി വിശ്വാസികളാണ് പങ്കെടുത്തത്. സുവിശേഷ വായനയ്ക്ക് ശേഷം തിരുപ്പിറവി അറിയിച്ച് പള്ളിമണികൾ മുഴങ്ങി. യേശുവിന്റെ രൂപമെടുത്ത് കാർമ്മികർ ദേവാലയം ചുറ്റി നടത്തിയ പ്രദക്ഷിണമായിരുന്നു തിരുപ്പിറവിയുടെ പ്രധാന ചടങ്ങ്. മെഴുകുതിരികൾ കയ്യിലേന്തി വിശ്വാസികളും പ്രദക്ഷിണത്തിൽ പങ്കാളികളായി. പ്രദക്ഷിണശേഷം പ്രത്യേകം തയ്യാറാക്കിയ പീഠത്തിൽ ഉണ്ണിയേശുവിന്റെ രൂപം പ്രതിഷ്ഠിച്ചു. കൊച്ചി സെന്റ് മേരീസ് കത്തീഡ്രൽ ബസലിക്കയിൽ സംഘടിപ്പിച്ച തിരുപ്പിറവി ആഘോഷങ്ങൾക്ക് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി നേതൃത്വം നൽകി. സെന്റ് ഫ്രാൻസിസ് അസീസി കത്തീഡ്രലിൽ വരാപ്പുഴ അതിരൂപത ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. തിരുവനന്തപുരം പട്ടം സെന്റ് മേരീസ് കത്തീഡ്രലിൽ കർദിനാൾ മാർ ബസേലിയോസ് ക്ലിമ്മീസ് കാതോലിക്ക ബാവയും പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കരുണയുടെ കരങ്ങളായി നമ്മുടെ കരങ്ങൾക്ക് ഒരു പുതിയ ഊർജം കൊടുക്കേണ്ടതുണ്ട്. കുർബാനയ്ക്ക് ശേഷം വിശ്വാസികൾ കേക്ക് മുറിച്ചും പരസ്പരം സമാധാനം ആശംസിച്ചുമാണ് വീടുകളിലേക്ക് മടങ്ങിയത്.
നോട്ട് പ്രതിസന്ധി ക്രിസ്മസ് വിപണിയെ സാരമായി ബാധിച്ചു. കേക്ക്, നക്ഷത്ര അലങ്കാര വസ്തുക്കളുടെ വിൽപ്പന ഗണ്യമായി കുറഞ്ഞതായി വിപണികളിലെ നിരക്ക് സാക്ഷ്യപ്പെടുത്തി. ഒഴിവു ദിവസങ്ങൾ ആഘോഷിക്കാൻ സർക്കാർ ജീവനക്കാരും സ്കൂൾ അവധിക്കാലം ആഹ്ലാദിക്കാൻ വിദ്യാർത്ഥികളും രംഗത്തെത്തി. എങ്ങും നക്ഷത്രങ്ങളും യേശുവിന്റെ തിരുപ്പിറവി ആഘോഷത്തിന്റെ ഭാഗമായുള്ള പുൽക്കൂടുകളും ക്രിസ്മസ് ട്രീയും വൈദ്യുത ദീപാലങ്കാരവും. പക്ഷേ ക്രിസ്മസ് വിപണിയിൽ മാത്രം പ്രതീക്ഷിച്ച അത്രയും തിരക്കില്ല. കച്ചവടം പൊടിപൊടിക്കുമെന്ന് കരുതി സാധനങ്ങൾ വാങ്ങിക്കൂട്ടിയിരുന്നവർ നിരാശരായി. നോട്ട് പ്രതിസന്ധി തന്നെയാണ് ഈ ക്രിസ്മസ് വിപണിയിലെ പ്രധാന വില്ലൻ. ക്രിസ്മസ് കേക്ക് വിൽപ്പന തകൃതിയാകുമെന്ന് വിചാരിച്ച വ്യത്യസ്തങ്ങളാർന്ന കേക്കുകൾ ഒരുക്കി കൂടുതൽ സ്റ്റോക്ക് കരുതിയ ബേക്കറികളിലും കേക്ക് മേളകളിലുമൊക്കെ കച്ചവടം തീരെ കുറവാണ്. തീർച്ചയായിട്ടും നല്ലൊരു പ്രതീക്ഷയുള്ള സമയമായിരുന്നു. പക്ഷേ ഈ ക്യാഷിൻ്റെ പ്രശ്നം തന്നെയാണ്. പ്രത്യേകിച്ച് ഈ 2000 രൂപയുടെ ആകുമ്പോഴത്തേക്കും കൂടുതൽ ചില്ലറ കൊടുക്കാനില്ല. അങ്ങനെ വരുമ്പോൾ പലപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങൾ വിട്ടുകളയും. ക്രിസ്മസ് അലങ്കാര വസ്തുക്കളുടെ കടകളിലും വസ്ത്രമാളികളിലുമൊക്കെ സ്ഥിതി മറ്റൊന്നല്ല. നല്ലൊരു ഇത് വരേണ്ടതാണ്. പക്ഷേ വിപണിയിൽ ഇത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ആൾക്കാരും വരുന്നില്ല. ഒരു എബോ ക്ലാസ് ആൾക്കാർ മാത്രമേ വരുന്നുള്ളൂ. ബിലോ ക്ലാസ്സും മിഡിൽ ക്ലാസ്സും വന്നിട്ടില്ല. പുൽക്കൂടിനും ക്രിസ്മസ് ട്രീക്കും കൂടുതലായിരുന്ന വില കുറച്ചിട്ടും ആവശ്യക്കാർ എത്തുന്നില്ല എന്നതും വസ്തുത. പണപ്രശ്നമുള്ളതിനാൽ ഉള്ളതുകൊണ്ട് ക്രിസ്മസ് ആഘോഷിക്കാമെന്ന ആളുകളുടെ ചിന്തയാണ് ഈ വിപണിക്ക് തിരിച്ചടിയായതെന്നും വ്യാപാരികൾ പറയുന്നു. വീണ്ടും ഒരു ക്രിസ്മസ് ആഘോഷിക്കുമ്പോൾ തന്നെ നോട്ട് മാന്ദ്യം വലിയ രീതിയിൽ തന്നെയാണ് ബാധിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് കച്ചവടക്കാരെ തന്നെയാണ് ഇത് സാരമായി ബാധിച്ചിരിക്കുന്നത്. ക്യാമറാമാൻ കുമാറിനൊപ്പം സുനിൽ അരിമാൻ. തെരുവോരങ്ങളിലും ആശുപത്രി വരാന്തകളിലും അന്തിയുറങ്ങിയിരുന്ന കുടുംബത്തിന് ക്രിസ്മസ് സമ്മാനമായി പ്രവാസി മലയാളിയുടെ സഹായം. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അന്തിയുറങ്ങിയിരുന്ന 2 കുട്ടികളും മാതാവും അടങ്ങുന്ന കുടുംബത്തിനാണ് കാരുണ്യത്തിന്റെ സന്ദേശമുയർത്തി പ്രവാസി മലയാളി വീട് വെച്ച് നൽകിയത്. വീടിന്റെ താക്കോൽദാനം മന്ത്രി ജി സുധാകരൻ നിർവഹിച്ചു. അന്തിയുറങ്ങാൻ ഒരു തുണ്ട് ഭൂമിയില്ലാത്ത ഈ കുടുംബം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു അഭയം പ്രാപിച്ചിരുന്നത്. ആരാധനാലയങ്ങളിൽ നിന്നുള്ള വഴിപാട് മാത്രമായിരുന്നു 2 കുട്ടികളും മാതാവും അടങ്ങുന്ന ഈ കുടുംബത്തിന്റെ ഒരു നേരത്തെ ഭക്ഷണം. കടക്കണി മൂലം നേരത്തെ ഭർത്താവ് നഷ്ടപ്പെട്ട ഈ കുടുംബത്തിന്റെ വീടും സ്ഥലവും വിറ്റാണ് കടം തീർത്തത്. ഇതോടെ ഇവർ തെരുവിലായി. ആശുപത്രിയിൽ കഴിയുന്ന ഈ കുടുംബത്തിന്റെ വാർത്ത പത്രങ്ങളിൽ ഇടം പിടിച്ചതോടെയാണ് പ്രവാസി മലയാളി സുനിൽ വഞ്ചിക്കൽ ഈ കുടുംബത്തെ സഹായിക്കാൻ ഒരുങ്ങിയത്. അങ്ങനെ കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ 4 സെന്റ് സ്ഥലവും ഒരു വീടും ഈ കുടുംബത്തിനായി സുനിൽ വാങ്ങി നൽകി. ഇതിന്റെ താക്കോൽദാനം പൊതുമരാമത്ത് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി ജി സുധാകരൻ ക്രിസ്തുമസ് ദിനത്തിൽ നിർവഹിച്ചു. മഹാനായ ക്രിസ്തുവിൻ്റെ ജന്മദിനമാണ്. ഈ ജന്മദിനത്തിൽ കാരുണ്യവും സഹായവും ഏറ്റവും കൂടുതൽ നാം പ്രകടിപ്പിക്കേണ്ട ദിവസമാണ്. വർഷങ്ങളായി വിദേശത്ത് കഴിയുന്ന സുനിൽ ഇത്തരത്തിൽ നിരവധി കുടുംബങ്ങളെയാണ് സഹായിക്കുന്നത്. താഴെത്തട്ടിൽ നിന്നും വളർന്നു വന്ന തനിക്ക് ഒരു കുടുംബത്തിന്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ കഴിയുമെന്നും അതുകൊണ്ടാണ് താൻ ഇത്തരം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതെന്നും സുനിൽ പറഞ്ഞു. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. ശബരിമലയിൽ സന്നിധാനത്ത് വൻ ഭക്തജന തിരക്ക്. മാളികപ്പുറത്തിനടുത്താണ് ഭക്തജന തിരക്ക് ഉണ്ടായിരിക്കുന്നത്. തിക്കിലും തിരക്കിലും പെട്ട് 25ഓളം പേർക്ക് പരിക്കേറ്റു. ലെസ്ലി ചേരുന്നു. ലെസ്ലി, തിരക്കുകൾ ഇപ്പോൾ എങ്ങനെയാണ്? ഒരുപാട് പേർക്ക് പരിക്കുകൾ ഏറ്റു എന്നും കേൾക്കുന്നു. കൂടുതൽ വിശദാംശങ്ങൾ. ധന്യ, ശബരിമലയിൽ തങ്കിയങ്കി ചാർത്തിയുള്ള ദീപാരാധനയ്ക്ക് ശേഷമാണ് മാളികപ്പുറത്തിന് സമീപം തിക്കും തിരക്കും അനുഭവപ്പെട്ടത്. മാളികപ്പുറത്തിന് മുന്നിൽ ദർശനം കാത്തുനിന്ന ഭക്തന്മാരാണ് തിക്കിലും തിരക്കിലും പെട്ട് അപകടത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിരിക്കുന്നത്. ഏകദേശം 25ഓളം തീർത്ഥാടകർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ കുട്ടികളും ഉൾപ്പെടുന്നുണ്ട്. 2 കുട്ടികൾ ബോധരഹിതരായിട്ടാണ് ആശുപത്രിയിലേക്ക് ഇവരെ മാറ്റിയത്. ദുരന്ത നിവാരണ സേന സ്ഥലത്ത് സമയോചിതമായ രീതിയിൽ ഇടപെടുകയും ചെയ്തിരുന്നു. ഒപ്പം തന്നെ കേരള പോലീസിന്റെ വലിയ ഒരു സന്നാഹവും അപകട സ്ഥലത്തേക്ക് എത്തിച്ചേരുകയും പരിക്കേറ്റവരെ ഉടൻ തന്നെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. സംസ്ഥാനം നടപ്പന്തലിലെ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് ഈ 15ഓളം പേരെ പരിക്കേറ്റ 15ഓളം പേരെ എത്തിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ പാണ്ടിത്താവളത്തിന് സമീപം ഉള്ള NSS ആശുപത്രിയിലേക്കും തിരക്കിലും പെട്ട പരിക്കേറ്റവരെ മാറ്റിയിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ പ്രശ്നം കൃത്യമായി തന്നെ പോലീസ് കൈകാര്യം ചെയ്യുന്നുണ്ട്. നിയന്ത്രണ വിധേയമായിരിക്കുന്നു കാര്യങ്ങൾ എല്ലാം തന്നെ. എങ്കിലും ഇത്തവണത്തെ തങ്കിയങ്കി ഘോഷയാത്രയുടെ ഭാഗമായി ഇത്തവണ ശബരിമലയിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടിരിക്കുന്നത്. സമീപ ഭാവിയിൽ ഒന്നും തന്നെ ഇത്രയധികം തിരക്ക് ശബരിമലയിൽ മണ്ഡല ഉത്സവവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല.
അത്തരത്തിലുള്ള വലിയ തീർത്ഥാടന തിരക്ക് ഇത്തവണ അനുഭവപ്പെടുകയും ചെയ്തിരുന്നു. എന്തായാലും 2000-ഓളം വരുന്ന പോലീസ് സേനാംഗങ്ങളാണ് സുരക്ഷയുടെ ഭാഗമായി 14 സെക്ടറുകളായി ഈ സന്നിധാനത്ത് നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇതിനെ കൂടാതെ കേന്ദ്രസേനയും ദുരന്ത നിവാരണ സേനയും അവരുടേതായ സേവനങ്ങൾ നൽകുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ ക്രമാതീതമായ ഭക്തജന തിരക്ക് നിയന്ത്രണ വിധേയമായിരിക്കുന്നു. ധന്യ. ലെസ്ലിയാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സന്നിധാനത്ത് വൻ ഭക്തജന തിരക്ക്, തിക്കിലും തിരക്കിലും പെട്ട കുട്ടികളടക്കം 25ഓളം പേർക്ക് പരിക്കേറ്റു. ഇപ്പോൾ സ്ഥിതി നിയന്ത്രണാതീതമാണ് എന്നാണ് ലെസ്ലി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മലബാർ ഡെവലപ്പേഴ്സിന്റെ പുതിയ സംരംഭമായ മറീന കൺവെൻഷൻ സെന്റർ മന്ത്രി ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ കൺവെൻഷൻ സെന്റർ വെഡ്ഡിംഗ്, ബിസിനസ് കൺവെൻഷനുകൾക്ക്, ട്രേഡ് ഫെയർസ് തുടങ്ങിയവയ്ക്ക് അനുയോജ്യമായ രീതിയിലാണ് ഒരുക്കിയിരിക്കുന്നത്. VKC മുഹമ്മദ് MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ടി.പി. ദാസൻ, തോട്ടത്തിൽ രവീന്ദ്രൻ, മലബാർ ഗ്രൂപ്പ് ചെയർമാൻ MP അഹമ്മദ് തുടങ്ങിയവർ സംബന്ധിച്ചു. സന്നിധാനത്ത് വൻ ഭക്തജന തിരക്ക്, തിക്കിലും തിരക്കിലും പെട്ട് 25ഓളം പേർക്ക് പരിക്കേറ്റു. മാളികപ്പുറത്തിനടുത്താണ് തിക്കും തിരക്കും ഉണ്ടായിരിക്കുന്നത്. ലെസ്ലി ജോൺ ചേരുന്നു. ലെസ്ലി, സ്ഥിതി നിയന്ത്രണാതീതമാണോ? പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റിയോ? വിശദാംശങ്ങൾ. ധന്യ, ഒരു വലിയ ദുരന്തം തലനാരിക മാറിപ്പോയി എന്ന് വേണം നമുക്ക് ഇപ്പോഴുണ്ടായ സംഭവവികാസങ്ങളെ കുറിച്ച് പറയാൻ കഴിയുക. ഏറ്റവും പ്രധാനപ്പെട്ടത് ശബരിമല സന്നിധാനത്ത് തങ്കിയങ്കി ചാർത്തിയുള്ള ദീപാരാധനയ്ക്ക് ശേഷം ദർശനത്തിനായി മാളികപ്പുറത്തേക്ക് ദർശനത്തിനായി കാത്തു നിന്നവരാണ് ഇപ്പോൾ തിക്കിലും തിരക്കിലും പെട്ടിരിക്കുന്നത്. തമിഴ്നാട് സ്വദേശികൾക്കാണ് കൂടുതലും പരിക്കേറ്റിരിക്കുന്നത്. 25ഓളം പേരെ സന്നിധാനത്ത് തന്നെ വിവിധ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ കുട്ടികളും ഉൾപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പരിക്കേറ്റ 3 പേരെ, അതായത് ഗുരുതരമായി പരിക്കേറ്റ 3 പേരെ ആംബുലൻസിൽ പമ്പ ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വലിയ ദുരന്തം തലനാരിക ഇവിടെ നിന്നും മാറിപ്പോയിരിക്കുന്നു. പോലീസിന്റെയും ഒപ്പം തന്നെ ദുരന്ത നിവാരണ സേനയുടെയും സമയോചിതമായ ഇടപെടൽ വലിയ ദുരന്തത്തിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു. ഒരു ബാരിക്കേഡ് തകർന്നതാണ് ദുരന്തമുണ്ടാകാൻ പ്രധാന കാരണമായത്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ആ പരിക്കേറ്റ് കിടക്കുന്ന ആളുകളെ കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണിക്കുന്നത്. ബാരിക്കേഡാണ് തകരുകയും ചെയ്തത്. പരിക്കേറ്റവരുടെ വസ്ത്രങ്ങളും ഇരുമുടിക്കെട്ടുകളും അടക്കമുള്ള സാധനങ്ങളാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കണ്ടത്. ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു ദുരന്തമാണ് ഉണ്ടായത്. ദുരന്തത്തിലേക്കാണ് കാര്യങ്ങൾ പോകേണ്ടിയിരുന്നത്. എന്നാൽ സമചിത്തതയോടുകൂടി ദുരന്ത നിവാരണ സേനയും ഒപ്പം പോലീസും സമചിത്തതയോടുകൂടിയുള്ള ഇടപെടൽ വലിയ ദുരന്തം ഒഴിവാക്കി എന്ന് വേണം പറയാൻ തന്നെയാണ്. ലെസ്ലിയാണ് വിശദാംശങ്ങൾ നൽകിയത്. സന്നിധാനത്ത് വൻ ഭക്തജന തിരക്ക്, നിരവധി പേർക്ക് പരിക്കേറ്റു.